സതീശൻ ഒരു ഇൻവിൻസിബിൾ ലീഡറായി മാറിക്കഴിഞ്ഞു, ഒരു ട്രൂ ലീഡറായി മാറി, ഒരു ലീഡർ വാക്വം ഉണ്ടായിരുന്ന കോൺഗ്രസിൽ ഒരു ലീഡർ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. അത് ആരംഗീകരിച്ചാലും ഇല്ലെങ്കിലും, ഇതിപ്പോൾ അൻവർ അംഗീകരിക്കുമോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അംഗീകരിക്കുമോ എന്നുള്ളതല്ല, ജയിപ്പിക്കാൻ കഴിയുന്ന ഒരു ലീഡറായി വി.ഡി. സതീശൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഇനി എല്ലായിടത്തും അത് പ്രാക്ടിക്കലാവുമോ, അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അതൊക്കെ വർക്കാവുമോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഇതൊരു നിലമ്പൂർ ഒരു മികച്ച ഉദാഹരണമാണ്. പക്ഷെ അതൊരു മികച്ച സമവാക്യമല്ല, നിലമ്പൂരിലേത് എല്ലായിടത്തും ആപ്ലിക്കബിൾ ആയിട്ടുള്ളൊരു സമവാക്യമല്ല, പക്ഷെ മികച്ചൊരു ഉദാഹരണമാണ്. ഈ സംഘടനാപരമായ കെട്ടുറപ്പ്, ഇലക്ഷൻ എഞ്ചിനീയറിംഗ്, സോഷ്യൽ എഞ്ചിനീയറിംഗ് ഇപ്പോൾ ദൗസായി പറഞ്ഞ പോലെ വളരെ നല്ല രീതിയിൽ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ചാണ്ടി ഉമ്മൻ എന്തിനാണ് ഈ നടക്കുന്നതെന്നൊക്കെ നമുക്ക് തോന്നും. ഒരാളോട് സംസാരിക്കുക, ഒരു മാധ്യമങ്ങളോട് സംസാരിക്കാതെ അദ്ദേഹത്തെ ഏൽപ്പിച്ച പണി ചെയ്യുകയാണ്. ചാണ്ടി ഉമ്മൻ മാത്രമല്ല, അടൂർ പ്രകാശ്, ബിജു രമേശിന് നിലമ്പൂർ മണ്ഡലത്തിൽ എന്താണ് കാര്യം നമ്മൾ ഓർക്കും. ബിജു രമേശ് അവിടെ ഒന്നും ആരും കണ്ടില്ല, അവിടെ വന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. സന്ദീപ് വാര്യർ, അദ്ദേഹത്തിന് സ്വാധീനമുള്ള ചില ഇടങ്ങളിൽ ഇറങ്ങിയിട്ടുണ്ട്, അതൊന്നും ആരും കണ്ടിട്ടില്ല, മാധ്യമങ്ങളുടെ മുമ്പിൽ വരാത്ത കാര്യങ്ങളാണ്. അങ്ങനെയുള്ള സൂക്ഷ്മമായ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് LDF ചെയ്യുന്നുണ്ട്. LDF ചെയ്യുന്ന ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ആണ്, പരസ്യമായ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ആണ്. ഒരു സമുദായത്തിന് എതിരെ വേറൊരു സമുദായത്തെ വയ്ക്കുക, ഇങ്ങനെ ചെസ് കളിക്കുന്ന പോലെ. ഇതങ്ങനെയല്ല, ഇത് രഹസ്യമായി തന്നെ ചെന്ന് കാണുക. ഒരിക്കലും ഒരുപക്ഷെ വി.ഡി. സതീശൻ നേരിട്ട് ചെന്ന് കാണില്ല എന്ന് കരുതുന്ന സമുദായ നേതാക്കളെ പോലും വി.ഡി. സതീശൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഫോണിലെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ആ രീതിയിലൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് അവിടെ സാധ്യമായിട്ടുണ്ട്.